ദൈവശക്തി. ഹല്ലേലൂയ, സ്തോത്രം. ആത്മാവിൽ നൽകപ്പെട്ട വെളിപാടുകൾ, ദർശനം ഇവ വചന സന്ദേശമായി നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ശത്രുവിന്റെ കോട്ടകളെ തകർപ്പാൻ തക്ക ദൈവശക്തി ദൈവസഭകൾക്ക് ഉണ്ട്. പ്രിയരെ, മണിപ്പൂര് പോലെയുള്ള സംഭവങ്ങളിൽ ശത്രു അല്ലെങ്കിൽ സാത്താൻ ജയമെടുത്തു. അവിടെ നിൽക്കട്ടെ, വരാം. കർത്താവിന്റെ വരവ് ഏറ്റവും സമീപിച്ചിരിക്കുന്നു. 1 തെസ്സലോനിക്കർ 4:16, 17, 18. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളധ്വനിയോടും കൂടി മധ്യാകാശത്തിൽ എഴുന്നള്ളും. അപ്പോൾ തന്റെ സഭയെ ചേർക്കാൻ വേണ്ടിയാണ് കർത്താവ് വരുന്നത്. കർത്താവിന്റെ വരവ് കൃപായുഗം കഴിഞ്ഞും മഹോദ്രവകാലത്തിനും മുൻപെയാണ്. അതിന് ഇടയ്ക്കുള്ള സമയമാണ് ഇപ്പോൾ ഉള്ള സമയം. അതുതന്നെയാണ് കർത്താവിന്റെ വരവിനു വേണ്ടി തിരുവചനമനുസരിച്ച് ഭൂമിയിൽ എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. രാജ്യം രാജ്യത്തോടും ജാതി ജാതിയോടും തമ്മിൽ തല്ല്, സമാധാനമില്ലാതെ ഉഴലുന്നു. യുദ്ധം, ക്ഷാമം, ഭൂകമ്പം, മഹാമാരി ഇവയാൽ മനുഷ്യൻ നശിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച നാൾ മുതൽ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും വിടുവിപ്പാൻ, രക്ഷിക്കുവാൻ ദൈവികമായി നൽകേണ്ടതെല്ലാം ദൈവം മനുഷ്യന് നൽകി. മനുഷ്യനു വേണ്ടി ദൈവം അനുതപിച്ചു. ന്യായപ്രമാണം, 10 കൽപ്പന ഇവ നൽകി. എന്നിട്ടും മനുഷ്യൻ ഇവിടെ നിൽക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ആദവും ഹൗവയും ഏദൻ തോട്ടത്തിൽ ഇരുന്നപ്പോൾ ദൈവം രാവിലെയും വൈകിട്ടും അവരുമായി സംഗമിക്കുമായിരുന്നു, അവരോട് കൂടി നടക്കുമായിരുന്നു. അങ്ങനെ ദൈവം അവർക്കൊരു ഉപദേശം കൊടുത്തു. അതായത് ദൈവത്തിന്റെ വഴി കാണിച്ചു. നിങ്ങൾക്ക് തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന നന്മതിന്മകളെ തിരിച്ചറിയുന്ന വൃക്ഷത്തിന്റെ ഫലം കഴിക്കരുതേ, കഴിച്ചാൽ മരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. വൃക്ഷത്തിന്റെ ഫലം കഴിക്കരുതേ, കഴിച്ചാൽ മരിക്കും. ഫലം എന്നാൽ ആ വിഷയത്തിന്റെ പ്രതിഫലനമാണ്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നിങ്ങളോട് കഴിക്കരുതെന്ന് പറഞ്ഞ് ആ ഫലം കഴിച്ചാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകും. അത് സാത്താൻ കൊടുത്ത ഉപദേശമാണ്. അവന് മനുഷ്യനെ ബലമായി കഴിപ്പിക്കാൻ കഴിയില്ല. മനുഷ്യനാണ് തീരുമാനിക്കേണ്ടിയിരുന്നത് ദൈവം പറഞ്ഞ വഴിയോ പിശാച് പറഞ്ഞതുപോലെയോ ചെയ്യണമെന്ന്. എന്നാൽ ആദമും ഹൗവയും സാത്താന്റെ വഴി സ്വീകരിച്ചു. അത് വലിയ തെറ്റായിരുന്നു. പിശാചിന്റെ ഉപദേശം കേട്ട് ഫലം ഭക്ഷിച്ചു. പിശാചിന്റെ ഉപദേശം കേട്ട് പ്രവർത്തിച്ചപ്പോൾ പാപിയായി തീർന്നു. പിശാച് പാപിയും അധർമ്മിയുമാണ്. അപ്പോൾ മനുഷ്യൻ പാപിയായി തീർന്നു. പാപത്തിന്റെ ശമ്പളം മരണം കിട്ടി. ദൈവം നൽകിയിരുന്ന തേജസ്, മരണമില്ലായ്മ നഷ്ടപ്പെട്ടു. വംശവർദ്ധനവ് ഉണ്ടാക്കുന്ന മനുഷ്യനായി അതിനെ അർഹനായി. പ്രിയമുള്ളവരെ, ആരാണ് തെറ്റ് ഏറ്റെടുത്തത്? മനുഷ്യൻ തന്നെ. ദൈവം തന്റെ വഴി കാണിച്ചു, സാത്താന്റെ വഴി കാണിച്ചു. നോക്കൂ, ദൈവം വിശുദ്ധിയിലും സത്യത്തിലും നീതിയിലും നിൽക്കുന്നു. അശുദ്ധിയിൽ അടുക്കുവാൻ കർത്താവിന് കഴിയില്ല. ഹല്ലേലൂയ.
ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. അബ്രഹാം, ഇസാക്ക്, യാക്കോബ് ഇവർക്ക് വാഗ്ദത്തം നൽകി. മഹാശക്തികൊണ്ടും നീട്ടിയ ഭുജത്താലും ഇസ്രയേലിനെ മിസ്രയീമിൽ നിന്നും വിടുവിച്ച് മരുഭൂമിയിൽ യഹോവയായ ദൈവം അവരുടെ മധ്യേ വസിച്ചു. രാത്രിയിൽ അഗ്നിസ്തംഭവും പകൽ മേഘസ്തംഭവും നൽകി അവരോടുകൂടെ നടന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. ചെങ്കടൽ, യോർദാൻ, ന്യായപ്രമാണം, 10 കൽപ്പന ഇവ നൽകി. വാഗ്ദത്ത ദേശം നൽകി, പ്രവാചകന്മാരെ നൽകി, ന്യായാധിപന്മാരെ നൽകി, രാജാക്കന്മാരെ നൽകി, പുരോഹിതന്മാരെ നൽകി. എന്നിട്ടും മനുഷ്യൻ പാപത്തിൽ നിന്നും വിട്ട് ദൈവസന്നിധിയിൽ വന്നില്ല. യഹൂദൻ, ഇസ്രായേൽ ദൈവഹിതമല്ലാത്ത മറ്റൊരു വഴി തിരഞ്ഞെടുത്തു. മഹദിയാം ബാബിലോൺ ദൈവനാമം പറഞ്ഞ് വലിയൊരു സമൂഹത്തെ ദൈവത്തിൽ നിന്നും അകറ്റി പിശാചിന് അടിമപ്പെടുത്തി. ഹല്ലേലൂയ, സ്തോത്രം യേശുവേ. ഹല്ലേലൂയ, ലബബബ, സ്തോത്രം ചെയ്യുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 9:32. വിശ്വാസത്താലല്ല പ്രവൃത്തികളാൽ അന്വേഷിച്ചതുകൊണ്ട് തന്നെ അവർ ഇടർച്ചക്കല്ലിന്മേൽ തട്ടി ഇടറി. യഹോവയായ ദൈവം അനുഭവിക്കുന്നത് നോക്കുക. യെശയ്യാവ് 1:2-3. ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. കാള തന്റെ ഉടയവനെയും കഴുത തന്റെ യജമാനന്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു, ഇസ്രായേലോ അറിയുന്നില്ല. എന്റെ ജനമോ അറിയുന്നില്ല. അതായത് ക്രിസ്തുവിന്റെ അനുയായികൾ, ക്രിസ്ത്യാനികൾ. പ്രിയമുള്ളവരെ, പഴയ നിയമകാലവും കഴിഞ്ഞതിന് ശേഷം പുതിയ നിയമകാലം ആയി. ദൈവം മനുഷ്യമാംസവും മനുഷ്യരക്തവുമായി പച്ച മനുഷ്യനായി ഭൂമിയിൽ വന്ന് മനുഷ്യന്റെ പാപപരിഹാരത്തിനായി ക്രൂശിൽ യാഗമായി തീർന്നു. ക്രൂശിൽ തകർക്കപ്പെട്ടു, മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. സർവ്വലോകത്തെയും ജയിച്ച്, പാപത്തെ ജയിച്ച്, മരണത്തെ ജയിച്ച്, പാതാള ഗോപുരങ്ങളെ തകർത്ത് സ്വർഗാരോഹണം ചെയ്തു. ഹല്ലേലൂയ. പോയതുപോലെ വീണ്ടും വരുമെന്ന് വാഗ്ദത്തം ചെയ്ത് തന്റെ സഭയെ ചേർക്കാൻ സത്യവചനമായ ബൈബിൾ, അപ്പോസ്തലന്മാർ, ദൈവദാസന്മാർ, പരിശുദ്ധാത്മാവെ എല്ലാം മനുഷ്യന് നൽകി. എന്നിട്ടും പ്രിയമുള്ളവരെ, രക്ഷയിലേക്ക് വന്നില്ലെങ്കിൽ ഒരു ന്യായവിധിയുണ്ട്, തീപ്പൊയ്ക. എന്നാൽ ഇപ്പോൾ അതാണ് പ്രിയമുള്ളവരെ ഇപ്പോൾ സംഭവിക്കുന്നത്. ഇപ്പോൾ ഈ കാലഘട്ടത്തിന്റെ ഭയപ്പാടിലെങ്കിലും മനുഷ്യൻ ദൈവത്തിങ്കിലേക്ക് തിരിയും എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇതാണ് കർത്താവിന്റെ വരവിന്റെ ഈറ്റുനോവെന്ന് പറയുന്നത്. ഒടുവിലത്തെ രക്ഷയുടെ അവസരം, കർത്താവിന്റെ വരവിന്റെ സമയം അടുത്തു എന്ന് സാത്താനും അറിയുന്നു. അതിനാൽ എതിർ ക്രിസ്തു വിളറി പിടിച്ചിരിക്കുന്നു. അവന് അറിയാം, അവനെയും കൂട്ടരെയും ചങ്ങലക്കിട്ട് തീപ്പൊയ്കയിൽ തള്ളുമെന്ന്. ലോകം സാത്താന്റെ കയ്യിലാണ്. എങ്കിലും എതിർ ക്രിസ്തു ഇപ്പോൾ വരുവാൻ അവന് കഴിയില്ല. കർത്താവ് തന്റെ സഭയെ ചേർത്ത് പരിശുദ്ധാത്മാവ് ഭൂമിയിൽ നിന്നും മാറിക്കഴിഞ്ഞതിന് ശേഷമേ എതിർ ക്രിസ്തു ഭൂമിയിൽ വരികയുള്ളൂ. അവൻ ലോകത്തെ ഏക ഭരണത്തിൻ കീഴിൽ കൊണ്ടുവരും. ആ ഭരണത്തിൻ കീഴിലേക്കാണ് ലോകരാഷ്ട്രങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നാം ദൈവമക്കൾ ഒരു കാര്യം മനസ്സിലാക്കുക. നാം ശത്രുവിന് ജയം കൊടുക്കരുത്, പരാജയപ്പെടുത്തുക. എങ്ങനെ പരാജയപ്പെടുത്താം?
ഹല്ലേലൂയ, സ്തോത്രം. പ്രിയമുള്ളവരെ, എതിർ ക്രിസ്തുവിന്റെ പടയാളികൾ അതായത് സാത്താൻ ഇപ്പോൾ ലോകത്തിൽ ഊടാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ വരവ് ഭയന്ന് അവരും വിളറി പിടിച്ചിരിക്കുകയാണ്. മണിപ്പൂരിൽ സാത്താൻ ജയിച്ചു. കാരണം മനുഷ്യബുദ്ധിയിൽ തോന്നാത്ത നികൃഷ്ടവും പൈശാചികവുമായ പ്രവൃത്തിയാണ് അവിടെ നടന്നത്. അത് പിശാചിന്റെ പ്രവൃത്തിയായിരുന്നു. മണിപ്പൂര് ചുറ്റിവന്ന ദൈവദാസൻ പാസ്റ്റർ ഏണസ്റ്റ് കേരള വിലയേറിയ ഒരു മെസ്സേജ് തന്നിരുന്നു. രണ്ട് വിഭാഗങ്ങൾക്കും തമ്മിലുണ്ടായ യുദ്ധം, അതിന്റെ ബുദ്ധികേന്ദ്രത്തിനും അത് പ്രവർത്തിച്ചവർക്കും അത് അനുഭവിച്ചവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു. അവിടെ യേശുവിന്റെ നാമം ഉയരും. യേശുവിന്റെ ശിഷ്യന്മാർ, അപ്പോസ്തോലന്മാർ, യേശു നമ്മെ പഠിപ്പിച്ചതെന്താണ്? അവർ ദൈവരാജ്യം പണിതത് അവർ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്തുകൊണ്ടാണ്. അവർ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്യുമ്പോൾ യേശുവിനെ അറിയാത്ത ജനം ഓടിക്കൂടി. അവർ രക്ഷയുടെ മാർഗം വിശ്വസിച്ചു. ഇന്നോ ദൈവസഭകൾ ആ അനുഭവം അറിയുന്നില്ല. അതിനാൽ ശത്രു ജയമെടുക്കുന്നു. ദൈവം മക്കൾക്ക് ആത്മീയ വർധനവുണ്ടാകുന്നിടത്ത്, ദൈവസഭകൾ ആത്മീയ വർധനവുണ്ടാകുന്നിടത്ത് ശത്രു അത് തളർത്താൻ നോക്കും. ശത്രു അവിടെ ജയമെടുക്കും. പല അനുഭവങ്ങളും നമ്മുടെ മുൻപിലുണ്ട്. പ്രിയമുള്ളവരെ, വചനത്തിൽ കൂടെ ദൈവം നമുക്ക് എല്ലാം നൽകിയിരുന്നു. എന്നിട്ടും ദൈവജനം അത് പ്രാപിക്കുന്നില്ല. അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നില്ല. അത് വലിയൊരു നഷ്ടമാണ് ദൈവമക്കൾക്ക് നൽകിയിട്ടുള്ളത്. ഹല്ലേലൂയ, സ്തോത്രം. യേശുവേ സ്തോത്രം. അരുളപ്പാടുകൾ, കൃപാവരങ്ങൾ, അടയാളങ്ങളും അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും ദൈവശക്തി, ഇവ ദൈവസഭ പ്രാപിക്കണം. വളരെ ഈസിയായി പ്രാപിക്കാൻ നമ്മെ തിരുവചനം പഠിപ്പിക്കുന്നു. എന്നിട്ടും ശത്രുവിന്റെ ഭയമെന്ന ആയുധം നമ്മയെയും സഭകളെയും കീഴ്പ്പെടുത്തുന്നു. ഹല്ലേലൂയ, സ്തോത്രം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ലബബബ. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 6:10-11-12 നോക്കാം. ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുവീൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കർത്താവിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവീൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർഗീയ ദുഷ്ടാത്മ സേനയോടും അത്രേ. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ നമുക്ക് മനസ്സിലാക്കുവാനുള്ള ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ എന്ന് പറഞ്ഞാൽ, ഒടുവിൽ എന്ന് പറഞ്ഞാൽ വിശ്വാസികളുടെ ആത്മീയ വർധനയ്ക്ക്, ആത്മീയ വളർച്ചയ്ക്ക് ഒരു പൂർണ്ണതയുണ്ട്. അതുകൊണ്ടാണ് അവിടെ ഒടുവിൽ, ആ പൂർണ്ണതയുടെ സമയത്തിനാണ് ഒടുവിൽ എന്ന് പറയുന്നത്. കർത്താവിലും അവന്റെ അമിതബലത്തിലും എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അമിതബലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനുഷ്യന്റെ ബുദ്ധിയിൽ കണക്ക് കൂട്ടാൻ പറ്റാത്തതിലും അധികമുള്ള ശക്തിയാണ് കർത്താവിന്, ദൈവത്തിന്റെ ശക്തി. ആ ശക്തി നമ്മളോട് എടുക്കാൻ വചനം അധികാരം നൽകിയിരിക്കുകയാണ്. കർത്താവിലും അവന്റെ അമിത ബലം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ബലം, ദൈവത്തിന്റെ ശക്തി, പരിശുദ്ധാത്മാവെന്ന് അർത്ഥം. അതായത് ക്രിസ്തു എന്ന തലയോളം ആത്മാവിൽ വളരുവാൻ നമുക്ക് അവകാശം നൽകിയിട്ടുണ്ട്. ക്രിസ്തു എന്ന തലയോളം എന്ന് പറയുമ്പോൾ ക്രിസ്തു ഭൂമിയിൽ ഉള്ളപ്പോൾ എന്തെല്ലാം ചെയ്തു അത് ചെയ്യുവാൻ നമുക്ക് അവകാശമുണ്ട്. ക്രൂശ് മരണം ഒഴിച്ച്
ബാക്കി എല്ലാ കാര്യത്തിനും നമുക്ക് അവകാശം നൽകിയിട്ടുണ്ട്. തിരുവചനമാണ്. തിരുവചനം എന്ന് പറഞ്ഞാൽ ഒന്ന് മനസ്സിലാക്കുക, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, ദൈവം വചനമായിരുന്നു. ആ വചനമാണ് ബൈബിളായിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്നത്. ആ ശക്തി നമ്മിൽ ഉണ്ടെന്ന് നമ്മൾ ഉറയ്ക്കുക, വിശ്വസിക്കുക. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട്, ദൈവശക്തി നമ്മളിൽ വസിക്കുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് നിന്ന് നമ്മൾ ആത്മീയ വഴിയിൽ ശത്രുവിനോട് എന്തെങ്കിലും ചെയ്യുവാൻ, അവനെ ശാസിക്കാൻ തുനിഞ്ഞാൽ, അവൻ്റെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് ശക്തമായി നമ്മൾ കൽപ്പിച്ചാൽ, കൈ ചൂണ്ടിയാൽ അവൻ ഭയന്ന് വിറച്ചോടും. കാരണം ദൈവശക്തിയുടെ മുൻപിൽ സാത്താന്റെ ശക്തി ഒന്നുമില്ല. അവൻ വിറച്ചുകൊണ്ടോടും. പിന്നീട് പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയുന്നതിന് ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുകയും. അതായത് പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ സർവായുധ വർഗം നമുക്ക് തന്നിട്ടുണ്ട്. ആ സർവായുധ വർഗം കൊണ്ടാണ് നമ്മൾ പോരാടേണ്ടത്. അത് നമ്മൾ പോരാടാൻ തന്നിരിക്കുകയാണ്. ഇത് വചനമാണ് പറയുന്നത്. അല്ലാതെ ആത്മീയമായിട്ട് തണുത്തിരിക്കുകയല്ല വേണ്ട. നമുക്ക് പോരാട്ടമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ദൈവത്തിന്റെ സർവായുധ വർഗം ധരിച്ചുകൊണ്ട് നമ്മൾ ശത്രുവിനോട് പോരാടുക. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. അതായത് നമ്മുടെ ചുറ്റിലുമുള്ള മനുഷ്യരോടല്ല നമുക്ക് പോരാട്ടമുള്ളത്. അത് മനസ്സിലാക്കുക. നമ്മുടെ ചുറ്റിലുള്ള ഒരു മനുഷ്യനോടും നമുക്ക് പോരാട്ടമോ വിരോധമോ അവരോട് പകയോ യാതൊന്നും ആവശ്യമില്ല. നമുക്ക് വരുന്ന പ്രശ്നം, പ്രതികൂലം, മറ്റ് പ്രശ്നങ്ങൾക്ക് കാരണം ശത്രുവാണെന്ന് തിരിച്ചറിയുക. അതും തിരുവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ തിരിച്ചറിയാത്തവരല്ലല്ലോ എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, ലബബബ രബ രബംബര ബരബര. ഹല്ലേലൂയ, ലബബബ. ഹല്ലേലൂയ. യോഹന്നാൻ 7:37, 38, 39 പറയുന്നത് നോക്കാം. അതും നമുക്ക് കർത്താവിന്റെ ശക്തി, ദൈവശക്തി, പരിശുദ്ധാത്മാവിനെ നൽകുകയാണ്. ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുവിലത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു. ഉത്സവത്തിന്റെ മഹാനാളെന്ന് പറയുമ്പോൾ അവിടെ വളരെ പുരുഷാരമുണ്ട്. അവിടെ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞത്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. ദാഹിക്കുന്നവനെന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നും ദാഹം, വെള്ളം കുടിക്കാനുള്ള ആഗ്രഹം, ആ ദാഹം തീർപ്പാൻ നമ്മൾ വെള്ളമെടുത്ത് കുടിക്കും. കിട്ടിയില്ലെങ്കിൽ വെള്ളം ഉള്ളടത്ത് നിന്ന് കുടിക്കും. കുടിച്ചേ പറ്റൂ. അതാണ് യേശു പറയുന്നത്. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ വേണമെങ്കിൽ പരിശുദ്ധാത്മാവിനെ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ അടുത്ത് ചെന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. എങ്ങനെയാണ് കർത്താവിൻ്റെ അടുത്ത് ചെല്ലുന്നത്? പ്രാർത്ഥനയാലും ആരാധനയാലും ഉപവാസത്താലുമാണ് കർത്താവിൻ്റെ സന്നിധിയിൽ ചെല്ലുന്നത്. അപ്പോൾ നമുക്കത് കിട്ടിയിരിക്കും. പരിശുദ്ധാത്മാവ് നമുക്ക് തീർച്ചയായിട്ടും നൽകപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. ജീവജലം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ നദികൾ ഒഴുകുന്ന പോലെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒഴുകും. ഹല്ലേലൂയ, സ്തോത്രം. പരിശുദ്ധാത്മാവെന്ന് വിളിച്ചു പറഞ്ഞ് അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. തിരുവെഴുത്ത് പറയുന്നത് പോലെ എന്ന് പറയുന്നത്, പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, സ്തോത്രം. തിരുവെഴുത്ത് പറയുന്നത് പോലെ എന്ന് പറയുന്നത് വചനത്തിൽ, തിരുവചനത്തിൽ യെഹെസ്കേൽ പ്രവചനം 47:1 തൊട്ട് 7 വരെ അവിടെ പറയുന്നത് പറയാം. യെഹെസ്കേൽ പ്രവാചകൻ പ്രവാസത്തിൽ കേബാർ നദിയുടെ തീരത്തിരിക്കുമ്പോൾ, സ്വർഗത്തിലേക്ക് നോക്കിയിരിക്കുമ്പോൾ ഒരു ദർശനം കണ്ടു, ഒരു സ്വപ്നം കണ്ടു. സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ ഇറങ്ങി വന്ന് തന്നെ കൂട്ടിക്കൊണ്ടുപോയി.
അതായത് സ്വപ്നത്തിലാണ് പോകുന്നത്. പ്രവാചകൻ കേബാർ നദീതീരത്ത് തന്നെ ഇരിക്കുകയാണ്. സ്വപ്നത്തിൽ കൂട്ടിക്കൊണ്ടു പോകുന്നത് യെരുശലേം ദേവാലയത്തിന്റെ കിഴക്കേ വാതിലിലാണ്. അവിടെ ചെല്ലുമ്പോൾ പ്രവാചകൻ കാണുന്നത് ദേവാലയത്തിന്റെ വാതിലിന്റെ ഉമ്മറപ്പടിയുടെ കീഴിൽ നിന്നും ഒരു നീരുറവ ഒഴുകുന്നു. ഹല്ലേലൂയ. ആ നീരുറവ ഒഴുകുന്നിടത്ത് ദൈവദൂതൻ ഒരു ചരട് കൊണ്ട് 1000 മുഴം അളന്നു. ഹല്ലേലൂയ. അവിടെ പ്രവാചകൻ നിൽക്കുമ്പോൾ നരിയാണിയോളം വെള്ളമായി. അവിടുന്ന് വീണ്ടും ദൈവദൂതൻ 1000 മുഴം അളന്നു. അവിടെ പ്രവാചകൻ നിൽക്കുമ്പോൾ മുട്ടോളമായി വെള്ളം. അവിടെ നിന്ന് വീണ്ടും മുൻപോട്ട് വെള്ളമൊഴുകുന്നത് ദൈവദൂതൻ 1000 മുഴം അളന്നപ്പോൾ പ്രവാചകൻ അവിടെ നിൽക്കുമ്പോൾ വെള്ളം അരയോളമായി. അവിടെ നിന്ന് മുമ്പോട്ട് അളക്കാൻ കഴിയില്ല. അത് വലിയൊരു നദിയായി. ഹല്ലേലൂയ. വലിയ ഒരു നദിയായി അത് ഒഴുകി സമുദ്രത്തിൽ പതിച്ചു. അതായത് സമുദ്രത്തിൽ പതിച്ചു. അപ്പോൾ യെരുശലേം ദേവാലയത്തിൽ നിന്നും പുറപ്പെടുന്ന ജലമായതുകൊണ്ട് ആ ജലം, നദിയിലെ വെള്ളം ഭദ്യമായി തീർന്നു. അപ്പോൾ നദിയിൽ നിറയെ മത്സ്യങ്ങളുണ്ടായിരുന്നു. അവിടെ വചനം പറയുന്നത് ചലിക്കുന്ന പ്രാണികളെല്ലാം ജീവൻ പ്രാപിക്കും. അതായത് വിശ്വാസികളായ ജനത്തിന് മരണമില്ല എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാനിവിടെ വീണ് മരിക്കുകയാണെന്നിരിക്കട്ടെ, അത് എൻ്റെ ഷർട്ട് ഊരിക്കളയുന്നത് പോലെ എൻ്റെ ശരീരം ഞാനിവിടെ ഊരിക്കളഞ്ഞിട്ട് സെക്കൻഡുകൾക്കുള്ളിൽ അദ്രവത്വത്തിൻ്റെയും തേജസ്സിൻ്റെയും ശരീരം ധരിച്ച് നിത്യതയ്ക്ക് വേണ്ടി അവിടെ നിൽക്കുകയാണ്. വീണ സമയം സെക്കൻഡുകൾക്കുള്ളിൽ അവിടെ നിന്ന് ഞാൻ സന്തോഷിക്കുകയാണ്. ഹല്ലേലൂയ. അതാണ് മരണമില്ലായ്മ. ആ സന്തോഷമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. നന്ദിയോടെ സ്തോത്രം യേശുവേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നോക്കുക, വെളിപാടിൽ 2 കർത്താവ് പറയുന്നു, ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി കുടിക്കട്ടെ. അതായത് പരിശുദ്ധാത്മാവിനെ സൗജന്യമായി നമ്മൾക്ക് വാങ്ങാം, എടുക്കാം, കിട്ടും എന്നാണ് അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ വചനം നമുക്ക് നൽകുന്ന ദൈവശക്തി, പരിശുദ്ധാത്മാവ് ഒരു സഭയിൽ കുറഞ്ഞത് ഒരു 10 പേർ പ്രാപിച്ചാൽ, കാരണം ഇത് ഒരാൾക്കായി ഇതെല്ലാം കൂടെ ഒന്നിച്ച് ലഭിക്കുകയില്ല. പലർക്കായി കിട്ടുമ്പോൾ അതൊരു സഭയിലാകുമ്പോൾ 10ഓ 15ഓ പേർക്ക് ആയി കഴിയുമ്പോൾ ആ സഭയുടെ ശക്തി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ആ സഭയെ ദേശം അറിയും. കാരണം അവർ രോഗികളെ സൗഖ്യമാക്കും, ശത്രുവിനെ കീഴ്പ്പെടുത്തും. ഇവയെല്ലാം ആ ദേശം അറിഞ്ഞാൽ ദേശത്തുള്ളവർ അത്ഭുതത്തോടെ ദൈവസന്നിധിയിൽ ഓടിവരും, അവർ രക്ഷിക്കപ്പെടും. അങ്ങനെ സംഭവിച്ചാൽ ശത്രു തകരും, ദേശം വിടുവിക്കപ്പെടും. കാരണം ഈ ദേശത്ത് 100 പേരുണ്ടെങ്കിൽ അതിൽ 70-80 പേർ രക്ഷ പ്രാപിച്ചാൽ ബാക്കി 20-25 പേര് അവിടെ അവർക്ക് ബലമില്ല, അവർ പതറും. അതാണ് ശത്രു തകരുമെന്ന് പറയുന്നത്. അത് നമ്മളെ ദൈവശക്തി നമ്മൾ പ്രയോഗിക്കുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. അങ്ങനെ ഒരു 10 സഭയായാൽ അല്ല, രാജ്യം മൊത്തം ഈ ദൈവസഭ ആയാൽ ദേശം വിടുവിക്കപ്പെടും. പരിശുദ്ധാത്മാവിന്റെ ദൈവശക്തി ശക്തിയായി പ്രവർത്തിക്കും. ശത്രു ഭയന്ന് വിറയ്ക്കും. മണിപ്പൂര് പോലെ സംഭവിക്കാതെ ഇരിക്കും. അതായത് 140 കോടിയുള്ള ഇന്ത്യയിൽ ദൈവമക്കൾ 2% ആണെന്ന് പ്രിയപ്പെട്ട ദേവദാസൻ പറഞ്ഞു തന്നു. ബാക്കി 88% എവിടെ? 88 പോട്ടെ, 50, 30, 10 എങ്കിലും എവിടെ? ഇത് ആരുടെ പോരായ്മയാണ്? ഇന്ന് രാജ്യങ്ങളിൽ
പിശാച് ജയിച്ചു നിൽക്കുന്നു. അതിന് കാരണക്കാർ ആരാണ്? ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, അപ്പാ യേശുവേ. ഹല്ലേലൂയ, അപ്പാ. പിന്മാറ്റക്കാർ യഹൂദനും ഇസ്രായേലിനും മഹോദ്രവകാലത്ത് വളരെ കഷ്ടം സഹിച്ചാൽ രക്ഷ പ്രാപിക്കാം. ബാക്കിയുള്ള മഹതിയാം ബാബിലോൺ ഒരു വലിയ സമൂഹത്തെ തെറ്റിച്ച് പിശാചിന് അടിമപ്പെടുത്തി കൊടുത്തിരിക്കുന്നു. അതുപോലെ ചില സ്വയം പോപ്പുമാർ ആയവർ എന്നിവർക്ക് തീപ്പൊയ്ക ഉറപ്പായിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം യേശുവേ. ഹല്ലേലൂയ. അപ്പോസ്തലന്മാർ ദൈവരാജ്യം പണിതു. സഭകൾ സുവിശേഷം, അത്ഭുതം, അടയാളം, വീര്യപ്രവൃത്തികൾ ചെയ്തപ്പോഴാണ് ജാതികൾ ദൈവത്തിന്റെ ശക്തിയെ തിരിച്ചറിഞ്ഞത്, രക്ഷയിലേക്ക് വന്നത്. ഇങ്ങനെയാണ് പട്ടണം, ദേശം, രാജ്യം കർത്താവിലേക്ക് വന്നത്. ഇത് അപ്പോസ്തലന്മാരുടെ സമയമാണ് പറയുന്നത്. അങ്ങനെയാണ് വന്നതെങ്കിൽ നമ്മളും അങ്ങനെയാണ് ദേശത്തെ കർത്താവിന്റെ മക്കളാക്കി ചേർക്കേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ, ആമേൻ. നമുക്ക് കർത്താവിന്റെ വരവിനായി ഉണർന്നും ജാഗരിച്ചും പ്രത്യാശിച്ചും ആയിരിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. നാം എല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഇനിയും അടുത്തതിൽ നമുക്ക് കാണാം. ഇവിടെ നിർത്തുന്നു. ഹല്ലേലൂയ, യേശുവേ. ഹല്ലേലൂയ, ലബബ, രബ, രബംബ. ഹല്ലേലൂയ, ലബബ.